സുഖയില്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ അതും സംഭവിച്ചു ഗൈസ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് കാത്തിരുന്ന മഴയുടെ പേരിൽ ഒരവധി കിട്ടി. ഈ മെസ്സേജും കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ എണീറ്റത്. മാം രാവിലെ കോളേജ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് അവധിയാണെന്നുള്ള കാര്യം. അങ്ങനെ രാവിലെ എണീറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ദാ കിടക്കുന്ന വീട്ടിൻ്റെ മണ്ടയിൽ കൂടെ ഒരു മരം മറിഞ്ഞ് എപ്പോൾ വീഴും ഒന്ന് കാത്തിരുന്ന് ഇന്നലത്തെ രാത്രിയത്തെ മഴയിൽ എന്തുവരെ അത് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെല്ലാം വന്ന് അത് മുറിക്കണ പരിപാടിയായിരുന്നു. അപ്പം ഞാനും ഫോണും എടുത്തുകൊണ്ട് പോയി, നമുക്കൊരു കണ്ടന്റ് വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ അങ്കിളൊക്കെ വന്നിട്ട് മരമൊക്കെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ അവധി തരുന്ന ദിവസങ്ങളിലൊന്നും മഴ പെയ്യാത്തതാണ്. പക്ഷെ നേരെ വിപരീതമായിട്ട് ഇപ്രാവശ്യം നല്ല അടിപൊളി മഴയുണ്ടായിരുന്നു. നേരെ ചെന്ന് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. ഞാൻ വീഡിയോ എല്ലാം എടുത്തില്ല എന്നുള്ളതല്ല, മറന്നുപോയി എന്നുള്ളതാണ് സത്യം. പിന്നെ വൈകിട്ടായപ്പോൾ അപ്പച്ചൻ മാർജിൻ ഫ്രീയിൽ പോയിട്ട് വന്നപ്പോൾ ദാണ്ട കുടുക്കയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അത് എൻ്റെ അനിയന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അവന് തന്നെയാണ് ഈ പീനട്ട് ബട്ടർ വാങ്ങിച്ചത്. പിന്നെ ഫ്രൂട്ടി ഉണ്ടായിരുന്നു, ഓറിയൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും നമ്മുടെ മരം മുറിച്ച സ്ഥലമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ കോളേജിലോട്ട് പോയി. ശനിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് 2 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുറേ നാളായി മന്തി കഴിക്കാൻ പോകണം എന്ന് കാത്തിരിക്കുകയായിരുന്നു. ഫസ്റ്റ് ഇൻ്റേണൽ കഴിഞ്ഞപ്പോഴേ പോകണം എന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പോയത് നെയ്യാറ്റിൻകരയിലുള്ള റാഫി മജ്ലിസ് മന്തിയിലാണ്. ഒരു 10-20 മിനിറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മന്തിയും കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്കിളിൻ്റെ കല്യാണ ടൈമിൽ ഞാൻ ഡയറ്റ് എടുത്തതിന് ശേഷം ഇന്നാണ് മന്തി കഴിക്കണത്. ഇന്നലെയാണ് ഞാൻ മന്തി കഴിച്ചത്. എന്തെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് മയണൈസും മന്തിയെല്ലാം എടുത്ത് വെച്ചിട്ട് കഴിക്കണം. അയ്യോ സ്വർഗം. ഇപ്പോഴും ആ ടേസ്റ്റ് ബാക്കിയകത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ ഇതാന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കാര്യമാക്കി. അപ്പോൾ ഇന്നത്തേക്ക് അത്രയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.